ഇനി നമുക്ക് ദില്ലിയിലേക്കൊന്ന് പോകാം. ദില്ലിയിലേക്ക് വീണ്ടും കർഷക മാർച്ച്. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ നിന്നാണ് മാർച്ച് ആരംഭിക്കുക. ഉച്ചയ്ക്ക് 1 മണിക്ക് തുടങ്ങുന്ന മാർച്ചിൽ 101 കർഷകർ പങ്കെടുക്കും. മാർച്ച് അതിർത്തിയിൽ തടയാനാണ് ദില്ലി പോലീസിന്റെ നീക്കം. UP അതിർത്തിയിലെ കർഷക സമരവും ഇപ്പോൾ തുടരുന്നുണ്ട്. ആദിൽ പാലോട് ചേരുന്നു വിവരങ്ങളുമായി. ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ്. ദില്ലിയിൽ എന്താണ് കാലാവസ്ഥ? അവിടെ നല്ല തണുപ്പുണ്ടെന്ന് ആർക്കെ പറഞ്ഞു. ഇപ്പോൾ ഈ രാഷ്ട്രീയ കാലാവസ്ഥയും കർഷകരുടെ മാർച്ചും ഒക്കെ കൂടെ ചേർന്ന് അതിർത്തി പ്രദേശങ്ങളിൽ നല്ല ചൂടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ 101 കർഷകർ എന്ന് പറയുമ്പോൾ ഇതൊരു തുടക്കമായിട്ട് വേണമോ കണക്കിലാക്കാൻ, ആദിൽ പാലോട്? ഉറപ്പായും അങ്ങനെ തന്നെയാണ് അരുൺ കണക്കിലാക്കേണ്ടത്. കർഷക മാർച്ച് അത് ദില്ലിയുടെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ അതിർത്തി മേഖലകളിലൊക്കെ ഓരോരോ വിഭാഗങ്ങൾ സമരം നടത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ UPയിലെ കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. UPയിൽ കർഷകർ ഇപ്പോഴും സമരം തുടരുകയാണ്. 7 ദിവസത്തെ കാലാവധിയാണ് അവർ സമരം അവസാനിപ്പിക്കാനായി സർക്കാരിന് സാവകാശം നൽകിയിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഇന്നൊരു സമരം കൂടി വരികയാണ്. അത് പഞ്ചാബിൽ നിന്നുള്ള കർഷകരാണ്. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭു അതിർത്തിയിൽ നിന്നാണ് ഈ സമരം തുടങ്ങുന്നത്. 101 കർഷകർ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തടയാൻ ശ്രമിക്കേണ്ട എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരോടും സുരക്ഷാ ഉദ്യോഗസ്ഥരോടും കർഷക സംഘടനകൾ പറയുന്നത്. സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്നത്. ശംഭു അതിർത്തിയിൽ നിന്ന് ദില്ലിയിലേക്ക് ദില്ലി ചലോ എന്ന പേരിൽ ദില്ലി മാർച്ചായി വരികയാണ്. പലതരം ആവശ്യങ്ങളുണ്ട്. നമ്മൾ കർഷകരുടെയൊക്കെ ആവശ്യങ്ങൾ സമാനമാണ്. മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കുക, ഒപ്പം കർഷകരുടെ കേസുകൾ പലതും എടുത്തിട്ടുണ്ട്. കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഈ കേസുകൾ പിൻവലിക്കുക, കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പെൻഷൻ അനുവദിക്കുക. കർഷകർ എന്ന് നമ്മൾ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്തെ ചലിപ്പിക്കുന്നതും നമുക്ക് അന്നം മുട്ടുന്നതും കർഷകരാണ്. അവരുടെ ആവശ്യങ്ങൾ ന്യായവുമാണ്. ഏതായാലും അവർ ആവശ്യമുന്നയിച്ച് വീണ്ടും ദില്ലിയിലേക്ക് മാർച്ച് നടത്തുന്നു. ഹരിയാന, പഞ്ചാബ്, ദില്ലി പോലീസുകൾ ഇപ്പോൾ തന്നെ പ്രദേശത്തൊക്കെ അതിർത്തി മേഖലകളിലൊക്കെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ദില്ലിയിലേക്ക് കടക്കാൻ കർഷകരെ അനുവദിക്കില്ല എന്നുള്ളതാണ് നിലപാട്. സ്വാഭാവികമായി ഒരു സമരം കൂടി അതിർത്തിയിൽ തുടങ്ങാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അരുൺ, ഓക്കെ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. ഉത്തർപ്രദേശിലെ കർഷകർ ഇപ്പോഴും അതിർത്തിയിൽ തന്നെ തുടരുകയാണ്. അവിടെ നിന്ന് വളരെ വിശാലമായിട്ട് തന്നെ ആദിൽ പാലോട് ഇന്നലെ വാർത്തകളൊക്കെ പ്രേക്ഷകരെ കാണിച്ചിരുന്നു. അവിടെ അവർക്കുള്ള ഭക്ഷണം പാചകം ചെയ്യുന്നതുമൊക്കെ നമ്മൾ ശംഭു അതിർത്തിയിലൊക്കെ നേരത്തെ കണ്ടതുപോലെയുള്ള സമരമായിട്ടത് മാറുമോ? പ്രത്യേകിച്ച് ഈ ശൈത്യകാലത്ത് കർഷകർ അതിർത്തിയിൽ വന്ന് സമരം ചെയ്യുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ ഇത് ന്യായമാണ്. മിനിമം സപ്പോർട്ട് പ്രൈസ് അടക്കമുള്ള വിഷയങ്ങൾ, അവരുടെ മണ്ണെണ്ണയ്ക്കുള്ള വിഹിതമടക്കമുള്ള വിഷയങ്ങൾ, ഇതടക്കം ഒട്ടേറെ വിഷയങ്ങൾ കർഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ കർഷകരോട് അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കണം എന്നതാണ് ആവശ്യം. ഈ മാർച്ച് ഒരു ബഹുജന പ്രസ്ഥാനമായി മാറുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ UP അതിർത്തിയിൽ, അതേപോലെ ഹരിയാന, പഞ്ചാബ് അതിർത്തിയിലൊക്കെ കർഷകർ സംഘടിച്ചെത്തുകയാണ്. വീണ്ടും ഒരു കർഷക സമരകാലം വരാൻ പോകുന്നു തലസ്ഥാന നഗരിയിൽ എന്നർത്ഥം.